എന്താ ഇന്നസെന്റ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പ്രത്യേകത? എടുത്തിയാട്ടക്കാരനാണ്. ഓക്കെ, മറ്റെന്തെങ്കിലും? വിവരമില്ലാത്ത സ്വഭാവക്കാരനാണ്. മറ്റെന്തെങ്കിലും? കൂടുതൽ കോമഡി പറയുന്ന ആളാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഇതൊക്കെ പറയുന്നെങ്കിലും നമ്മളിലെല്ലാം തന്നെ ഈ സ്വഭാവങ്ങളിൽ ഒരു അംശമെങ്കിലും ഇല്ലേ? ബാക്കിയെല്ലാം വിടും, നമ്മളിലെല്ലാം ഇതിന്റെ ഒരു അംശമെങ്കിലും ഇല്ലേ? നമ്മൾ തന്നെ പലപ്പോൾ കുര്യച്ചൻ എന്ന് പറയുന്ന ചായക്കടക്കാരൻ പറഞ്ഞ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോ മാന്നാർ മത്തായിക്ക് ഭയങ്കരമായ ഇഷ്ടമായി. സത്യമാണോ? നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത് യഥാർത്ഥ സൗഹൃദങ്ങളെ സൃഷ്ടിക്കാനുള്ള 7 കീസാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. 7 പ്രധാനപ്പെട്ട തുറക്കാനുള്ള ചാവികളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മുടെ സൗഹൃദങ്ങളെ തുറക്കാനുള്ള 7 കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഈ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഭാഷ നമുക്കുണ്ടാവണം. മറ്റുള്ളവരെ പ്രൊമോട്ട് ചെയ്യുന്ന, അവർക്ക് പ്രചോദനമാവുന്ന ഒരു ഭാഷയ്ക്ക് നമ്മൾ ഉടമകളാവണം. നമ്മൾ ഓരോരുത്തരും. മാന്നാർ മത്തായിക്ക് എന്തൊക്കെ ന്യൂനത ഉണ്ടാവട്ടെ, അയാളുടെ സംസാരം എങ്ങനെയൊക്കെ ആവട്ടെ, പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും മാന്നാർ മത്തായിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അയാളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ, അയാൾക്ക് മഹത്വം ഉണ്ടാവുന്ന രീതിയിൽ സംസാരിച്ചപ്പോ അയാളുടെ ദേഷ്യമെല്ലാം പമ്പ കടന്നു. സത്യമല്ലേ? അയാളുടെ വൈരാഗ്യമെല്ലാം പമ്പ കടന്നു. നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമാണ് മക്കളെ, നമ്മളുടെ മാതാപിതാക്കളോട്, നമ്മളുടെ സഹപാഠികളോട്, നമ്മളുടെ സുഹൃത്തുക്കളോടും നമ്മളുടെ അധ്യാപകരോടുമൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു പ്രോത്സാഹനത്തിന്റെ ഭാഷയിൽ സംസാരിക്കണം. ഒരു പ്രോത്സാഹനത്തിന്റെയും സ്നേഹത്തിന്റെയും ഭാഷയിൽ സംസാരിക്കാൻ നമുക്കാവണം. യെസ്, അടുത്തത്, നമുക്ക് യഥാർത്ഥത്തിൽ നല്ലൊരു കേൾവിക്കാരനാവാനുള്ള മനസ്സുണ്ടാവണം. നല്ലൊരു കേൾവിക്കാരനാവാനുള്ള മനസ്സ്. നല്ലൊരു കേൾവിക്കാരനാവാനുള്ള മനസ്സുകൂടി നമുക്കുണ്ടാവണം. മൈ ഡിയർ ഫ്രണ്ട്സ്, എനിക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യം, നിങ്ങൾക്ക് റസൂൽ പൂക്കുട്ടിയെ അറിയാം അല്ലേ? റസൂൽ പൂക്കുട്ടിയെ അറിയത്തില്ലേ? റസൂൽ പൂക്കുട്ടിക്ക് എന്നാത്തിനാ ഓസ്കാർ കിട്ടിയെന്ന് ചോദിച്ചാൽ ഏത് കൊച്ചുകുട്ടിയും പറയും. നിങ്ങൾക്കറിയാമല്ലോ, ശബ്ദമിശ്രണം എന്ന് പറഞ്ഞാൽ എന്താ? ശബ്ദങ്ങളുടെ ഒരു മിശ്രണമാണ്. മാക്സിമം സൗണ്ട്, അതാണ് ശബ്ദമിശ്രണം എന്ന് പറയുന്നത്. അയാള് ഓസ്കാർ വേദിയിൽ വെച്ച് പറഞ്ഞ വാക്കുകൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എന്താ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അദ്ദേഹം ഓസ്കാർ വേദിയിൽ നിന്ന് സംസാരിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? അതിന്റെ ക്ലിപ്പിങ്സ് എൻ്റെ ഇന്ന് വേറൊരു CD-യിലായിപ്പോയി. അതെ, അയാൾ സംസാരിക്കുന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ എന്താ അദ്ദേഹം പറഞ്ഞതെന്ന്? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? അവർക്കൊരു സമ്മാനം ഉണ്ടാവും. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ ഓസ്കാർ അവാർഡ് വേദിയിൽ നിന്ന് റസൂൽ പൂക്കുട്ടി പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം? പെട്ടെന്ന് പറഞ്ഞോളൂ. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? പറഞ്ഞോ, ചാടി എഴുന്നേറ്റ് പറഞ്ഞോ. റസൂൽ പൂക്കുട്ടിയോ അതാരാ എന്ന് ചോദിക്കരുത്. ആരെങ്കിലും പ്ലീസ് പറയൂ. ഞാൻ വരുന്നത് ഭാരതത്തിൽ നിന്നാണ്. ഭാരതത്തിന്റെ ഒരു പ്രത്യേകത എന്നാണ് പറഞ്ഞത്? ശാന്തി മന്ത്രത്തെ കുറിച്ചും സൈലൻസിനെ കുറിച്ചും അദ്ദേഹം സംസാരിച്ചിരുന്നു. ആരെങ്കിലും ഓർക്കുന്നോ? ഞാൻ വരുന്നത് ശാന്തി മന്ത്രങ്ങളുടെ നാട്ടിൽ നിന്നാണ്. ഞാൻ വരുന്നത് നിശബ്ദതയ്ക്ക് ധാരാളം അർത്ഥങ്ങൾ കണ്ടെത്തിയ ഒരു നാട്ടിൽ നിന്നാണ് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ പിന്നീട് ഓർത്തെടുത്താലും മതി. ഞാൻ നിശബ്ദതയ്ക്ക് ഏറെ സാധ്യതകൾ കണ്ടെത്തിയ ഒരു നാട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. പറഞ്ഞതാരാ? ശബ്ദമിശ്രണത്തിന് ഓസ്കാർ നേടുന്ന പുള്ളിയാണ് പറയുന്നത്. അതുകൂടെ മനസ്സിലാക്കണം. അപ്പൊ ഞാനിത് സൂചിപ്പിച്ചത്, നമ്മൾ എപ്പോഴും ബഹളങ്ങൾ വെച്ചുകൊണ്ട് നടക്കുമ്പോഴല്ല നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നത്. നിശബ്ദതയുടെ ഒരു ലോകവും ശ്രദ്ധിക്കപ്പെടാനും ശ്രവിക്കുവാനും ചിന്തിച്ചെടുക്കാനുമുള്ള ഒരു മേഖല കൂടിയാണെന്ന തിരിച്ചറിവ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമുക്കുണ്ടാവണം.
സൗഹൃദങ്ങൾക്ക് നമ്മൾ അങ്ങോട്ട് സംസാരിച്ചുകൊണ്ടിരുന്നാൽ ഒരിക്കലും സൗഹൃദമാവില്ല. മറിച്ച് മറ്റുള്ളവരെ കേൾക്കാനുള്ള മനസ്സ് നമുക്ക് തീർച്ചയായും ഉണ്ടാവണം. ഓക്കെ, മൂന്നാമത്തെ കാര്യം മറ്റുള്ളവർക്ക് സഹായം ചെയ്യാനുള്ള വലിയ മനസ്സ് നമുക്കുണ്ടാവും. വലിയ മനസ്സുകൂടി നമുക്കുണ്ടാവും. ഒപ്പം തന്നെ നമ്മളുടെ വികാരങ്ങളെയും, നാലാമത്തെ ആശയം, നമ്മളുടെ വികാരങ്ങളെയും ചിന്തകളെയും ബാലൻസ് ചെയ്യാനുള്ള ഒരു ശക്തി കൂടി നാം ആർജിച്ചെടുക്കണം. നമ്മുടെ വികാരങ്ങളെയും നമ്മളുടെ ചിന്തകളെയും, രണ്ടും പ്രധാനപ്പെട്ടതാണ്. എനിക്ക് എൻ്റെ സഭയെന്ന് പറയുന്നത് ഒരേ സമയം ഒരു വികാരവുമായിരിക്കണം, അതേസമയം എൻ്റെ പഠന പ്രവർത്തനങ്ങളുടെ, എൻ്റെ പരിശീലനത്തിൻ്റെ കൃത്യമായ ഒരു ചിന്ത രൂപപ്പെടുന്ന വേദി കൂടിയാവണം. അങ്ങനെ രണ്ടും വേണം. എൻ്റെ വൈകാരിക തലത്തിലും എനിക്ക് സഭ ഒരു സ്പിരിറ്റായി തന്നെ നിലനിൽക്കണം. ഒപ്പം തന്നെ ഞാൻ പഠിച്ചതും ഞാൻ പാരമ്പര്യമായി നേടിയെടുത്ത ചിന്തകളുമെല്ലാം ഇവിടെ സമ്മേളിക്കുകയും വേണം. ഓക്കെ, ദെൻ നാലാമത്തതും പറഞ്ഞു നമ്മൾ. അഞ്ചാമത്തത്, നിങ്ങൾ പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ, ഞാൻ പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ എനിക്ക് പോസിറ്റീവായി തന്നെ മറുപടി ലഭിക്കും. ബി പോസിറ്റീവ് ആൻഡ് ഗെറ്റ് പോസിറ്റീവ്. പോസിറ്റീവായിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ, നമ്മുടെ സമയത്തിന്റെ ഒരു പരിമിതി നമ്മളിപ്പോൾ ഫേസ് ചെയ്യുന്നു. ബി പോസിറ്റീവ് ആൻഡ് ഗെറ്റ് പോസിറ്റീവ്. യെസ്, സൗഹൃദത്തിന് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നു. അത് ബി ട്രാൻസ്പെറൻറ്റ്. സുതാര്യതയുള്ളവരാവണം നാം ഓരോരുത്തരും. നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങൾ എന്ന് കാര്യങ്ങൾ ഒളിച്ചു വെക്കാൻ തുടങ്ങുന്നോ അന്ന് നിങ്ങളുടെ മാതാപിതാക്കളോടുള്ള നിങ്ങളുടെ സൗഹൃദം അവസാനിച്ചു എന്ന് കരുതിക്കോളൂ. നമ്മുടെ വൈദികരോട്, നമ്മുടെ തിരുമേനിമാരോട്, നമ്മുടെ അധ്യാപകരോട് നമ്മൾ ചിലതെല്ലാം മറച്ചു വെക്കാൻ എന്നാഗ്രഹിക്കുന്നു, അന്ന് അവരോടുള്ള ബന്ധത്തിൽ വിള്ളൽ വീണെന്ന് നിങ്ങൾ കരുതിക്കോളൂ. നമ്മൾ കുടുംബങ്ങളിൽ നിന്നാണ് പരിശീലിച്ചു തുടങ്ങേണ്ടത്. നമുക്ക് എന്തൊക്കെ ഒളിച്ചു വെക്കാനുണ്ടോ, എന്തൊക്കെ മറച്ചു വെക്കാനുണ്ടോ, അതെല്ലാം എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, അതെല്ലാം നമ്മളുടെ സുതാര്യത നഷ്ടപ്പെടുത്തുമ്പോൾ ഒപ്പം തന്നെ നമ്മളുടെ സൗഹൃദം കൂടിയാണ് നഷ്ടപ്പെടുത്തുന്നതെന്ന് മറക്കരുത്. തീർച്ചയായും ഓർക്കേണ്ടത് മറ്റുള്ളവരുടെ വാക്കുകൾക്ക് നാം ഏറെ വില നൽകണം. നിങ്ങൾ ബറാക് ഒബാമ എന്ന് കേട്ടിട്ടുണ്ടാവും. ഞാൻ ഇത് എഴുതി കഴിഞ്ഞ